പ്രഗ്നൻ്റ് ആയവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് ഈ ഡേറ്റ്സ്. എത്ര കഴിച്ചാലും തീരെയില്ല, പിന്നെയും പിന്നെ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലെ അവസ്ഥ സെയിം തന്നെയാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ കഴിച്ച് നമ്മൾ മടുക്കൂലേ, അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ എത്തിച്ചേർന്നാണ് കുറച്ച് ഡേറ്റ് സിറപ്പാക്കി വയ്ക്കാം. ഇതാകുമ്പോൾ നമുക്ക് ചായയുടെ കൂടെയോ സ്നാക്സിൻ്റെ കൂടെയോ ഒക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ നമ്മുടെ ഡേറ്റ്സ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് വൃത്തിയാക്കണം, കാരണം ചിലപ്പോൾ ചെറിയ കീടങ്ങളൊക്കെ അതിനുള്ളിൽ കാണും. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. കുറച്ച് നേരം നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതേപോലെ ഉടഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാവേ. ഈ ഡേറ്റ്സ് ഒന്ന് തണുത്ത് കിട്ടണം. തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഒരു തോർത്തിനകത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിക്കുന്ന എന്തിനകത്തെങ്കിലും നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് ഇട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് സത്തുകളെല്ലാം ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ഡെയിലി ഡേറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഡെലിവറി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സിറപ്പായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര മടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സിറപ്പായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമുക്ക് സത്ത് എടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാനിലിട്ട് നല്ല രീതിയിൽ കുറുക്കി വറ്റിച്ചെടുക്കുക. ഇത് കുറച്ച് നേരത്തെ പണിയാണ്. അത് ചെറിയ തീയിലിട്ടിട്ട് വേണം ലാസ്റ്റൊക്കെ ആയി കഴിയുമ്പോൾ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വറ്റിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ പതഞ്ഞ് വരാൻ തുടങ്ങും. പതഞ്ഞ് വരുന്ന ആ ഒരു സമയത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ചെറിയൊരു തിക്നെസ് കാണും. ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇതാണ് നമ്മുടെ ഡേറ്റ് സിറപ്പ്. ഇത് നമുക്ക് പാലിൻ്റെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്ത്. അപ്പോൾ ഡേറ്റ്സ് ഡയറക്റ്റ് കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേറൊരു പ്രിസർവേറ്റീവ് ഇതിനകത്ത് ചേർക്കുന്നില്ല. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.